ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബനാന പൗഡർ വെച്ചിട്ട് എങ്ങനെ കുറുക്കുണ്ടാക്കാമെന്ന് നോക്കാം. ബനാന പൗഡർ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് നമ്മുടെ നേന്ത്രക്കായ പൊടിയാണ് കേട്ടോ. ചിലർ ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കും, പൗഡർ ഉണ്ടാക്കും, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവരാണ്. ചിലത് കണ്ണങ്കായ വെച്ചുണ്ടാക്കും. അപ്പോൾ ഞാനിത് വാങ്ങിയതാണ് ബിഫോർ ബേബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോം മെയ്ഡായിട്ട് കുട്ടികൾക്കുള്ള കുറുക്കും പൊടിയും ഹെൽത്ത് മിക്സൊക്കെ ഉണ്ടാക്കുന്നവരുടെ വാങ്ങിയതാണ് കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് നേന്ത്രക്കായ പൗഡർ ഇങ്ങനെ വീട്ടിലുണ്ടാക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. കാരണം അവർക്ക് വിശ്വാസപൂർവ്വം നമുക്ക് വാങ്ങാം അവരുടെ അടുത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പലർക്കും കറക്റ്റായിട്ട് ഉണ്ടായി കിട്ടുന്നില്ല, ശരിക്കും അങ്ങ് ആവുന്നില്ല എന്ന് പലരും പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അത് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൗഡർ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാനിലോട്ട് നമ്മൾ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ കട്ടകൾ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഞെക്കി വെള്ളമായിട്ട് അത് സെറ്റ് ആവണം. അല്ലാതെ ഇങ്ങനെ കട്ടകളായിട്ട് ഇങ്ങനെ കടക്കരുത് ആ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും നമ്മൾ മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഹോം മെയ്ഡായിട്ടുള്ള ഗീ നമ്മൾ ആഡ് ചെയ്യുന്ന നല്ലതാണ്. കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ കുറച്ച് പനകൽക്കണ്ടവും ആഡ് ചെയ്യുക. നാച്ചുറലായിട്ടുള്ള ജാഗരിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം. വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ സ്വീറ്റ്സ് എന്തോ അത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമ്മുടെ ഈന്തപ്പഴം ആണെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇതൊന്ന് കുറുകി വരുവാണ്. കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം നമ്മൾ ഏറ്റവും ലോയിലാക്കുക കേട്ടോ. ലോയിലാക്കിയതിന് ആ സമയത്ത് നന്നിട്ട് വേഗുള്ളൂ. അപ്പോൾ ഇത് നന്നായി ടൈറ്റ് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാലൊന്നും തികയത്തില്ല. കുറച്ച് നന്നായിട്ട് വെള്ളം നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഇങ്ങനെ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുക. കാരണം കുറി ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ലൂസാക്കി നമ്മുടെ കുട്ടികൾക്ക് ഏത് പാകമാണ് ആവശ്യം അതുവരെ നമ്മൾ ആക്കിയെടുക്കുക. ജോർഡിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ലൂസ് ആവശ്യമുണ്ട്. ഇത്രയും ടൈറ്റിൽ അവൻ കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ലൂസാക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കാരണം എല്ലാ ഭാഗത്തും വേവലൊക്കെ കറക്റ്റായിട്ട് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ നമ്മൾ കുട്ടികളെ അടുത്ത് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ തെറിക്കുന്നുണ്ടോ, നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ടോ. നമുക്കൊക്കെ ആകുമ്പോൾ ഒരു തെറിച്ച് വന്നാലും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കാർക്ക് ഭയങ്കരമായിട്ട് പൊള്ളുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ അടുത്ത് വെച്ച് ചെയ്യാത്തതായിട്ട് നല്ലത്. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചപ്പോൾ എൻ്റെ ഭാഗത്തിനുള്ളൊരു ജോർഡിൻ്റെ ഭാഗത്തിനുള്ളൊരു ടൈറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കുഞ്ഞാവയ്ക്ക് കൊടുക്കുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലോട്ടാണോ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു തണുത്തതിന് ശേഷം. അപ്പം ഇത് തണുത്ത് നമ്മൾ തുറന്ന് വെക്കരുത്, നമ്മളിത് മൂടി തന്നെ വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇങ്ങനെ ഒരു പാട പോലെ കിട്ടും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കുട്ടികൾക്ക് ആവശ്യാനുസരണം കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റ.